നമസ്കാരം. ഞങ്ങളെ ആറ്റുകാൽ പൊങ്കാല ദേവിക്ക് പൊങ്കാല ഇടാനായിട്ട് വളരെ വർഷത്തെ ആഗ്രഹങ്ങളായിരുന്നു. അത് ഈ വർഷം സാധിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിയോഗങ്ങൾ എന്ന് പറയില്ലേ, അത് കറക്റ്റായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ അടുത്ത് നടന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള യാത്രയും അതുപോലെ തന്നെ ദേവിക്ക് പൊങ്കാല വെച്ചതൊക്കെ. ദേവിയുടെ പൊങ്കാലയ്ക്ക് പങ്കെടുക്കുവാനായിട്ട് കുറേ കാലത്തെ ആഗ്രഹം, പ്രത്യേകിച്ച് പപ്പി കുറേ ആൾക്കാരെ വിളിച്ച് കുറേ റൂമുകളൊക്കെ അന്വേഷിച്ച് എവിടെയും കിട്ടാതായപ്പോൾ അങ്ങനെ നമ്പറുകൾ വിളിച്ച് അവസാനം ഒരാളെ കിട്ടി. ദേവിയുടെ അനുഗ്രഹം പോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് പേര് വന്ന് പൊങ്കാല വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിചയക്കാരും അല്ലാത്തവരും അകന്ന ബന്ധുക്കളും അങ്ങനെ ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോട്ടുള്ള ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് പൊങ്കാല ഇടാറുണ്ട്. നിങ്ങൾക്കും വേണമെങ്കിൽ വരാം, ഉള്ള സൗകര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അവസാന നിമിഷം കിട്ടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൊങ്കാല വയ്ക്കാൻ പോയി. അവിടുത്തെ ആ ചട്ടി വാങ്ങലും അതുപോലെ തന്നെ അതിന് വേണ്ട അരിയും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അവിടുത്തെ അമ്മ ഞങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു നിർദ്ദേശങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നു. ആ ഒരു പൊങ്കാല വയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അവിടുത്തെ അമ്മമാരെല്ലാവരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് വളരെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു, മുജ്ജമ്മ പുണ്യമായിട്ട് കണക്കാക്കുന്നു. നമ്മളുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ പൊങ്കാല ഇടാനായിട്ട് തൊട്ട് തലേ ദിവസം തന്നെ അവിടെ എത്തി. ആ വീട്ടിൽ പോയി അവിടെ ഉള്ള സൗകര്യത്തിലൊക്കെ ഞങ്ങളിരുന്നു. അന്നേ ദിവസം തലേ ദിവസം രാത്രി അവിടെ വളരെ ഗംഭീരമായിട്ട് നൃത്തങ്ങളും അതുപോലെ അവിടുത്തെ ദീപാലങ്കാരങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു. ആ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണേണ്ടതാണ്. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ പോയി പൊങ്കാലയിട്ട അനുഭവങ്ങൾ വല്ലതുണ്ടെങ്കിൽ പങ്കുവയ്ക്കണം. ദേവിയുടെ അനുഗ്രഹം ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ദേവിയുടെ അടുത്ത് പോയി പൊങ്കാല വയ്ക്കാൻ ശ്രമിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് ഇപ്പോൾ അമേരിക്കയിലും മറ്റുള്ളതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോ കണ്ടു. അവിടെയൊക്കെ അവിടുത്തെ സൗകര്യത്തിനനുസരിച്ച് ദേവിക്ക് പൊങ്കാല വയ്ക്കുന്നത് ഉള്ള സൗകര്യങ്ങൾക്കനുസരിച്ച്. ഞങ്ങൾ ബസ് ഇറങ്ങി അല്ലെങ്കിൽ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് ദേവീക്ഷേത്രം എത്തണവരെയും കല്ലുകൾ വെച്ചിട്ടും അവനവൻ്റെ സാധനങ്ങൾ വെച്ചിട്ടും ഒരുപാട് പേര് ആ പൊരി വെയിലത്തൊക്കെ ഒരു പായ വിരിച്ച് അവിടെ കിടക്കുന്ന കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ഒരുപാട് സാമ്പത്തികമായിട്ടും വലിയ വലിയ ആൾക്കാർക്കും അവിടെ ഒരു റൂം കിട്ടാതെ ആ പാത പെരുവഴിയിലിരുന്ന് ദേവിയെ ഒരു നോക്ക് ദേവിക്ക് വേണ്ടി പൊങ്കാല സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് കണ്ട് വളരെയധികം ഞങ്ങൾ സന്തോഷിച്ചു. ആ ഒരു നൃത്യങ്ങൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് ആസ്വദിച്ചു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഈ വീഡിയോയിലുണ്ട്, അതും നിങ്ങൾ കാണണം. ഈ ഒരു തടമ്പ് നൃത്തം പോലെ അല്ലെങ്കിൽ തടമ്പ് എഴുന്നള്ളത്ത് പോലെയുള്ള ഈ ഒരു കാര്യം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ദേവിയുടെ വിഗ്രഹമൊക്കെ വെച്ചിട്ടുള്ളത് ആർക്കെങ്കിലും അറിയണമെങ്കിൽ എന്തായാലും പറയണം. ഒരുപാട് ആൾക്കാർ, ഒരുപാട് വഴിക്കാർ ഇങ്ങനെ വന്ന് ദേവിയുടെ ഒരു വിഗ്രഹം വെച്ചിട്ടുള്ള തടമ്പ് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നു. അത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായില്ല, അറിയുന്നവർ പറഞ്ഞു തരണം.
അതിനുശേഷം ഞങ്ങളൊരു ദേവിയെ കാണാനായിട്ടൊരു ശ്രമം നടത്തി. അത് ചെറിയ രീതിയിൽ ഭഗവതി ആ ഉമ്മർത്തുനിന്ന് കണ്ടത്. പിന്നെ ആ നാരങ്ങ വിളക്ക് വഴിപാട് എല്ലാം കൊടുത്ത് വഴിപാടുകളും കാര്യങ്ങളെല്ലാം ചെയ്തു. മണിയാശാൻ തന്നിട്ടുള്ള വഴിപാടിൻ്റെ കാര്യങ്ങളും അതെല്ലാം ഞങ്ങൾ അന്ന് അവിടെ പോയി ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞങ്ങൾ തൊട്ട് പിറ്റേ ദിവസം പൊങ്കാല നടത്തിയതിന് ശേഷമാണ് ദേവിയെ പോയി ഇവിടുത്തെ മനംകുളിയെ കാണാൻ സാധിച്ചത്. ആ ഒരു ഭാഗ്യം എത്ര തന്നെ പറഞ്ഞാൽ എല്ലാവരും പൊങ്കാല വെച്ച് ജയിച്ചതിന് ശേഷമുള്ളൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്കുകൾ വളരെ കമ്മിയായിരുന്നു. നിങ്ങൾക്ക് കാണുന്ന ആ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ദേവിയുടെ ആ ഒരു പൊങ്കാലയ്ക്ക് വിളക്ക് വെച്ച് ഒരുപാട് ആൾക്കാർ വേറെ വേറെ രീതിയിലാണ്. ചിലവർ വിളക്ക് വയ്ക്കും, ചിലവർ വിളക്ക് വയ്ക്കാറില്ല. പൊങ്കാല വെച്ച് നീതിക്കുന്നൊരു അതിന് പ്രത്യേക ചടങ്ങുകൾ തന്നെയാണ്. എന്നത് ചെയ്യണം എന്നുള്ളതൊക്കെ ആ വീട്ടിലുള്ള അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ആ വീട്ടിലുള്ള ഞങ്ങൾക്ക് ഒരു സൗകര്യം തന്നത് ശരവണേട്ടൻ പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹം അമ്പലത്തിൽ തന്നെ വളരെയധികം ബന്ധമുള്ള ഒരാളാണ്. അതുപോലെ അവിടെ എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ഒരാൾ കൂടിയാണ്. അവരുടെ കുടുംബവും എല്ലാവരും ഞങ്ങളുടെ സ്വന്തം കുടുംബം പോലെയായി അവർ 2 ദിവസം കൊണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ അമ്മ, അദ്ദേഹത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നിരുന്നു. ഈ കാണുന്നത് കുട്ടികളെ അവിടെ കാലത്തിൽ എടുത്ത് ദേവിയെ ദർശനം ചെയ്യാനുള്ളൊരു അവസരമാണ്. അതൊരു വഴിപാട് കൂടെയാണ്, പ്രത്യേക വഴിപാട്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. എനിക്കറിയുന്നവരും. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ദേവിയുടെ മണ്ഡപത്തിന് മുമ്പിൽ നിന്ന് കുറേ സെൽഫി കാര്യങ്ങൾ വീഡിയോ എല്ലാം എടുത്തു. ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയൊരു ഭാഗ്യമാണ് അത്. ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങൾ അത് ആസ്വദിക്കുകയായിരുന്നു. അതിനുശേഷം പൊങ്കാലയുടെ മറ്റ് ചടങ്ങുകളിലേക്കൊക്കെ പോയി വളരെയധികം സമയം അതിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ടി വന്നു. കറക്റ്റ് സമയത്തിലാണ് അത് പൊങ്കാല വയ്ക്കുക. അതിന് അവിടെ ഒരു സിഗ്നലൊക്കെ ഉണ്ടാകും, ദേവീക്ഷേത്രത്തിൽ നിന്ന് ഇന്ന സമയം എന്നുള്ളത്. അവിടുത്തെ ദേവിയുടെ പൊങ്കാല വയ്ക്കുന്ന അതേ സമയത്തായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ആ പൊങ്കാല ചട്ടിയൊക്കെ അലങ്കരിച്ച് അതിൽ ബാക്കിയുള്ള അരിയും കാര്യങ്ങളൊക്കെ ഇതാക്കി സ്റ്റാർട്ട് ചെയ്തു. പൊങ്കാല വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ. അങ്ങനെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു. അത് വളരെ മനോഹരമായിട്ട് അവിടെ പപ്പി ഇരുന്ന് ദേവിയുടെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞങ്ങൾ പൊങ്കാല വയ്ക്കാൻ സാധിച്ചു. അതിനുശേഷം അത് ആ ഒരു പൊങ്കാല തിളച്ച് വന്നതിന് ശേഷം അവിടെ നമ്മളത് ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു. നമുക്ക് കാണാം, ഞങ്ങളടുത്തുള്ളവരും എല്ലാവരും അത് പൊങ്കാല വെച്ച് ദേവിയെ സ്മരിക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. മൊത്തത്തിലൊരു പുക മയമാണ്. എന്നിരുന്നാലും ആരും ഒരു അടി പോലും മാറാതെ ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ നിന്ന് ദേവിയെ സ്മരിച്ച് ആ പൊങ്കാല വയ്ക്കുന്ന ചടങ്ങ് വളരെ മനോഹരമായിരുന്നു. എല്ലാ വർഷവും ദേവി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി അത് ചെയ്യാൻ പറ്റണമെന്ന് ഒരിക്കൽ കൂടി മനസ്സിൽ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും കഴിയുമെങ്കിൽ പൊങ്കാല പോയി വെക്കണം. ഈ കാണുന്ന ഞങ്ങളുടെ വീട്ടിലുള്ള ശരവണേട്ടൻ്റെ ഭാര്യ, അതുപോലെ തന്നെ ഒരു കുടുംബം, അമ്മ, അങ്ങനെയുള്ള ആൾക്കാരാണ് അടുത്ത് കാണുന്ന എല്ലാവരും. അപ്പോൾ ഞങ്ങൾ അവരോടൊപ്പം ചേർന്ന് അവരുടെ കുടുംബമായിട്ട് ഞങ്ങൾ പൊങ്കാല വെച്ചു, ദേവിക്ക് സമർപ്പിച്ചു. വളരെയധികം മറക്കാനാകാത്ത കുറേ നല്ല നിമിഷങ്ങളായിരുന്നു അത്. ദേവിയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു. ലോകത്തിലുള്ള എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പൊങ്കാല വെച്ചത്. എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ വർഷവും പൊങ്കാല ഇടാൻ ദേവി ഞങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് വളരെയധികം മനസ്സാൽ സ്മരിക്കുന്നു. അമ്മേ ശരണം, ദേവി ശരണം. അതിനുശേഷം നമ്മൾ അവിടുത്തെ അമ്മയുടെ കോച്ചുമാർ വന്ന് തീർത്ഥം തെളിച്ച് അനുഗ്രഹിക്കുന്നവരെ നമ്മൾ ആ പൊങ്കാല എടുക്കരുത്. അതിനുശേഷം മാത്രമേ എല്ലാവർക്കും പ്രസാദമായിട്ട് വിതരണം ചെയ്യാവൂ. ആ പൊങ്കാല കഴിഞ്ഞതും പിന്നെ നമുക്ക് കാണാം, എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് അമ്മയുടെ അനുഗ്രഹം വാങ്ങി യാത്രയാവുകയാണ്. ആ കാണുന്ന കാഴ്ച നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോയി കഴിഞ്ഞു പലരും അത് കഴിഞ്ഞ് തന്നെ. അപ്പോൾ അങ്ങനെ ഞങ്ങളും ഇറങ്ങി. ഈ പോകുന്നത് ശബരിമല യാത്ര പോലെ തന്നെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിൽ നിന്നും പോകുന്ന യാത്രയാണ്. വീണ്ടും വരാമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി അമ്മേ ശരണം, ദേവീ ശരണം.